എല്ലാവർക്കും ഇരിക്കാം. ചിന്തയ്ക്ക് ആധാരമായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 23-ാമത്തെ വാക്യം. നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിന് ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവർ ആയിരിക്കേണ്ടതിന് തന്നെ. അവർ ഐക്യത്തിൽ തികഞ്ഞവർ ആയിരിക്കേണ്ടതിന് തന്നെ. പ്രാർത്ഥിക്കാം. ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വളരെ അനുഗ്രഹീതമായ ആരാധനയിലൂടെ അവിടുന്ന് ഞങ്ങളെ നയിച്ചുവല്ലോ. വചനവും അവിടുന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ഞങ്ങളിന്ന് ചിന്തിക്കുന്ന വചനം ഞങ്ങളുടെ ജീവിതത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടമായിരിക്കാനും ദൈവാത്മപ്രേരിതമായി ഐക്യതയുടെ അനുഭവങ്ങളിൽ നിലനിൽപ്പാനും അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ സഹായിക്കണമേ. വചനചിന്ത ഞങ്ങളുടെ ഹൃദയത്തെ തൊട്ടുണർത്തുന്നതായിരിക്കാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നയിച്ചാലും യേശുക്രിസ്തുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ദൈവജനമേ, ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിച്ച് എല്ലാ നന്മകളിലൂടെയും വഴി നടത്തുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ചിന്താവിഷയമായി നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത് ഐക്യത വിശ്വാസത്തിലും പ്രവൃത്തിയിലും എന്നുള്ളതാണ്. ഇന്ന് എക്യുമെനിക്കൽ സൺഡേയായി ദക്ഷിണേന്ത്യ സഭ ആചരിക്കപ്പെടുന്നു. എക്യുമെനിക്കൽ സൺഡേ എന്ന് പറയുമ്പോൾ ക്രൈസ്തവ സഭകളുടെ ഐക്യത്തെ കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൈസ്തവ സഭ ഐക്യതയിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെക്കുറിച്ച് ജനത്തെ ബോധവാന്മാരാക്കുക എന്നുള്ളതാണ് ഈ ചിന്തയിലൂടെ നാം ഇവിടെ ആഗ്രഹിക്കുന്നത്. ക്രൈസ്തവ സഭ ഒരു സമൂഹമായി ഐക്യത്തിൽ വളരുവാനും ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുവാനുമായി വിളിച്ച് വേർതിരിക്കപ്പെട്ടതായ ജനതയാണ്. ഇപ്പൊ ക്രൈസ്തവ സഭയെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഒരിടയനും ഒരാട്ടിൻകൂട്ടവും എന്ന ഒരു സാർവത്രിക ദർശനമാണ് നമുക്കവിടെ ദർശിക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ ആത്മീയതയുടെ ഐക്യതയുടെ അനുഭവങ്ങളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്ന കാര്യം നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഐക്യത എന്ന് പറയുന്നത് ഏറ്റവും അനുഗ്രഹീതമായ ഒരു അനുഭവമാണ്. എന്നാൽ ഇന്ന് സമൂഹത്തിലും നമ്മുടെ വ്യക്തിപരമായ ജീവിതങ്ങളിലും സഭയിലും അനൈക്യത ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത് സഭയിൽ മാത്രമല്ല, സമൂഹത്തിലും അതിൻ്റെ വളർച്ചകൾ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർദ്ധിച്ചു വരുന്ന വർഗീയവാദവും മത മൗലികവാദവും ജാതീയമായ വാദങ്ങളും അസഹിഷ്ണുതകളും ശക്തി പ്രാപിച്ചു വരുന്ന ഒരു കാലഘട്ടം. കഴിഞ്ഞ 2-3 ആഴ്ചകൾ വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തമ്മിലുള്ള ചർച്ചകളും തങ്ങൾ ശരിയെന്ന് വരുത്തി തീർക്കുന്നതിനുള്ള വാഗ്വാദങ്ങളും നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള അനുഭവങ്ങളുടെ മധ്യത്തിലാണ് ഒരു നിരപ്പിന്റെ ശുശ്രൂഷയ്ക്കായി അഥവാ ഒരു ഐക്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരേണ്ട ആവശ്യകതയെ കുറിച്ച് നാം ഇവിടെ ചിന്തിക്കുന്നത്. ഇവിടെ മത്തായി എഴുതിയ സുവിശേഷം 28-ാം അധ്യായത്തിൽ അതിന്റെ 19-ഉം 20-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവായ യേശു അരുളി ചെയ്യുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും
പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഇത് കർത്താവായ യേശുവിന്റെ ഒരു കൽപ്പനയാണ്. ഈ കർത്താവായ യേശുവിന്റെ ആഹ്വാനം സുവിശേഷ ഘോഷണത്തിനും സഭയുടെ സ്ഥാപനത്തിനും മുഖാന്തരമായി ഭവിച്ചു. അങ്ങനെ ക്രൈസ്തവ സഭ ആരംഭിക്കുന്നു. ഈ ക്രൈസ്തവ സഭയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ എല്ലാവരും ഒന്നായി തീരേണ്ടതിന് തന്നെ എന്നുള്ളതാണ്. എന്നാൽ സഭ എക്കാലവും ഐക്യതയുടെ ദർശനമാണ് മുൻപോട്ട് വയ്ക്കുന്നത്. എന്നാൽ നിർഭാഗ്യവശാൽ 1-ാം നൂറ്റാണ്ട് മുതൽ ഇന്നയോളമുള്ള സഭയുടെ ചരിത്രം നാം പഠിക്കുമ്പോൾ അനൈക്യത്തിന്റെ അനുഭവങ്ങൾ സഭയ്ക്കകത്തും നമുക്ക് ദർശിക്കുവാനായിട്ട് കഴിയും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയിലും ചില പക്ഷക്കാർ ഉണ്ടായിരുന്നതായിട്ട് അവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സഭ വളരെ ശക്തമായ ഐക്യതയുടെ ദർശനം മുമ്പോട്ട് വയ്ക്കുമ്പോഴും AD 4-ാം നൂറ്റാണ്ടോടുകൂടി സഭയിൽ അനൈക്യം ശക്തി പ്രാപിച്ചു. അങ്ങനെ സഭ പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നും രണ്ടായി വേർപിരിയുകയാണ്. തുടർന്ന് പാശ്ചാത്യ സഭ ഒരു നവീകരണത്തിലേക്ക് കടന്നു പോകുകയും ആ നവീകരണത്തിന്റെ ഭാഗമായി പാശ്ചാത്യ സഭ കത്തോലിക്ക സഭയെന്നും പ്രൊട്ടസ്റ്റന്റ് സഭയെന്നും രണ്ടായി വേർപിരിയുന്നു. തുടർന്ന് ഏകദേശം 17-ാം നൂറ്റാണ്ടോടുകൂടി അതേ പ്രൊട്ടസ്റ്റന്റ് സഭയിൽ അതേ ഭക്തി പ്രസ്ഥാനങ്ങളും നവീകരണങ്ങളും കടന്നു വന്നതോടുകൂടെ തന്നെ പ്രൊട്ടസ്റ്റന്റ് സഭകൾ അനേകം സഭകളായി വേർപിരിഞ്ഞ് സ്വതന്ത്ര സഭകളായി ശുശ്രൂഷകൾ നിർവഹിച്ചു വന്നു. കർത്താവായ യേശുവിന്റെ കൽപ്പന നാം ഒന്നായിരിക്കുന്നത് പോലെ അവർ എല്ലാവരും ഒന്നായി തീരേണ്ടതിന് തന്നെ. എന്നാൽ സഭയുടെ ശുശ്രൂഷകളിൽ ഈ അനൈക്യം സഭ ഇങ്ങനെ വിഘടിച്ച് പോകുന്ന സാഹചര്യത്തിലാണ് 1947 സെപ്റ്റംബർ മാസം 27-ാം തീയതി CSI സഭയ്ക്ക് രൂപം കൊടുക്കുന്നത്. അന്ന് ഇന്ത്യയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന എല്ലാ സഭാ വിഭാഗങ്ങളെ എല്ലാ പ്രൊട്ടസ്റ്റന്റ് സഭാ വിഭാഗങ്ങളെയും ഒന്നിപ്പിച്ചുകൊണ്ട് അത് ഭാരതത്തിൽ സ്വാതന്ത്ര്യം നേടിയതിന്റെ ആ സ്വാതന്ത്ര്യ താല്പര്യം സഭയ്ക്കകത്തും കടന്നു വരികയും അങ്ങനെ സഭ ഭാരതീയമായ ഒരു സഭയ്ക്ക് രൂപം കൊടുത്തു. അതാകുന്നു നമ്മുടെ CSI സഭ ആവിർഭവിക്കുവാനുള്ള കാരണം. ലോക സഭാ ചരിത്രം നാം പഠിക്കുമ്പോൾ അന്ന് വരെ ഏകദേശം വിഘടിച്ച് വന്നതായ സഭകളെ ഒരു ഐക്യതയിലേക്ക് കൊണ്ടുവരുവാൻ, അങ്ങനെ ഐക്യതയുടെ ആരംഭം കുറിക്കുവാൻ നമ്മുടെ സഭയ്ക്ക് കഴിഞ്ഞു എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇതിനെ സഭാ ചരിത്രത്തിൽ സഭ ഐക്യ പ്രസ്ഥാനങ്ങളുടെ ആദ്യ ചുവടുവയ്പായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ സഭയെ കുറിച്ചുള്ള ദൈവിക ദർശനം സഭ ഐക്യവും അതെ സഭ ഏകതയുമുള്ളതായ ഒരു ഇടയന്റെ കീഴിൽ ആയിരിക്കണം എന്നുള്ളതാണ്. ഭിന്നത സഭയ്ക്കകത്ത് കടന്നു വരുവാൻ പാടുള്ളതല്ല. ഐക്യതയുടെ അനുഭവമാണ് ഇന്ന് സഭയ്ക്ക് അനിവാര്യമായിരിക്കുന്നത്. ഐക്യതയ്ക്ക് വേണ്ടി ആരെല്ലാം പ്രയത്നിക്കുന്നുവോ അവർ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധാത്മാവിന്റെ ശുശ്രൂഷകളാണ് നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും ഐക്യതയുടെ വക്താക്കളായി നിലനിൽക്കേണ്ടതിന് പകരം അനൈക്യതയുടെയും വിഭാഗീയതകളുടെയും തലങ്ങളിലേക്ക് നാം തരം താഴ്ന്നു പോകുന്നുവോ എന്നൊരു ചിന്ത നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അത് ഇന്നത്തെ ചിന്തകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഐക്യത നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ ഒന്നാമതായി മനുഷ്യൻ ദൈവത്തോട് ഐക്യദാർഢ്യമുള്ള ജീവിതം നയിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ജീവിതങ്ങളിൽ ദൈവം നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത് മനുഷ്യൻ ദൈവത്തോട്
ഐകമത്യപ്പെട്ട് തന്റെ ജീവിതം നയിക്കണമെന്നുള്ളതാണ്. എന്നാൽ മനുഷ്യന്റെ മനോഭാവം എന്ന് പറയുന്നത് അവൻ ദൈവത്തിൽ നിന്ന് അകലുവാനും ലോകത്തോട് താതാത്മ്യപ്പെടുവാനുമാണ് എക്കാലവും ആഗ്രഹിക്കുന്നത്. അത് ആദ്യ മനുഷ്യനായിരിക്കുന്ന ആദാം മുതൽ ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ജീവിക്കുന്ന ഈ ആധുനിക മനുഷ്യന്റെ വരെ മനോഭാവം അത് തന്നെയാണ്. അതിനുള്ള കാരണങ്ങൾ പൈശാചികന്റെ പ്രലോഭനങ്ങളും പൈശാചികന്റെ ചിന്തകളുമാണ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. പ്രിയമുള്ളവരെ, ദൈവത്തോട് ഐക്യതയുടെ അനുഭവത്തിൽ നിലനിൽക്കേണ്ടതിന് പകരം ഈ ലോക ചിന്തകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വന്ന് ഞാൻ എന്ന ഭാവത്തോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുമ്പോഴാണ് അനൈക്യത്തിന്റെ ആരംഭം കുറിക്കുന്നത് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നാം ദൈവത്തോട് ഐക്യതയുള്ള ഒരു മനോഭാവത്തിൽ നമ്മുടെ ജീവിതങ്ങളെ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ മീഖാ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നത് യഹോവയ്ക്ക് തന്റെ ജനത്തോട് ഒരു വ്യവഹാരം ഉണ്ട് എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, അതിന്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ എന്റെ ജനമേ, ഞാൻ നിന്നോട് എന്ത് ചെയ്തു? എന്തോന്നിനാൽ ഞാൻ നിന്നെ മുഷിപ്പിച്ചു? ഇവിടെ ദൈവം തന്റെ ജനത്തോട് ചോദിക്കുകയാണ്. ആധുനിക സഭാവിശ്വാസികളായിരിക്കുന്ന നമ്മോടും ദൈവം ഇതേ ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത്. ദൈവത്തെ മറന്നുകൊണ്ട്, ആരാധനകൾ അവഗണിച്ചുകൊണ്ട് ലോകത്തിന്റെ പിന്നാലെ കടന്നു പോകുവാൻ ദൈവം നമ്മോട് ചെയ്തത് എന്താണ് എന്നുള്ളതാണ്. അതിന് താഴോട്ടുള്ള ഭാഗം വായിക്കുമ്പോൾ ഞാൻ നിന്നെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചു, അടിമ വീട്ടിൽ നിന്ന് ഞാൻ നിന്നെ വീണ്ടെടുത്തു. മോശ, അഹരോൻ, മിരിയാൻ തുടങ്ങിയതായ അതേ നേതാക്കന്മാര് നിനക്ക് നൽകി നിന്നെ നേർപാതയിലൂടെ നയിച്ചു. എന്നിട്ടും നീ ദൈവത്തെ മറന്ന് ഈ ലോകത്തിന്റെ പിന്നാലെ കടന്നു പോകുവാനാണോ ആഗ്രഹിക്കുന്നത് എന്നാണ് ദൈവവചനം നമ്മോട് ചോദിക്കുന്നത്. ഈ ലോക ജീവിതയാത്രയിൽ നാം അഭിമുഖീകരിക്കുന്ന ജീവിത യാഥാർത്ഥ്യങ്ങളുടെ മധ്യത്തിൽ ദൈവ സന്നിധിയിൽ നിന്നും അകന്നു പോകാതെ ദൈവവുമായുള്ള ആ ഒരു ആത്മീയ ബന്ധത്തിൽ നാം നിലനിൽക്കണമെങ്കിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ കുറിച്ച്, ദൈവം നമ്മെ അനുഗ്രഹിച്ച വിധങ്ങളെ കുറിച്ച്, കഴിഞ്ഞ നാളുകളിൽ നാം അഭിമുഖീകരിച്ച ജീവിത സാഹചര്യങ്ങളിൽ നിന്നും ഇന്ന് നാം ആയിരിക്കുന്ന അനുഗ്രഹിത അനുഭവങ്ങളിലേക്ക് ദൈവം നമ്മെ വഴി നടത്തിയ വിധങ്ങളെ നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ആ ദൈവത്തോട് ഐക്യതയുടെ മനോഭാവത്തിൽ ജീവിപ്പാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നല്ല ചിന്ത നൽകുകയാണ്. ഇവിടെ ദൈവത്തോട് ഐകമത്യപ്പെടുവാൻ അതിന്റെ 8-ാം വാക്യം പറയുന്നത്, മനുഷ്യ, നല്ലത് എന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയ തൽപരനായിരിക്കാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? പ്രിയമുള്ളവരെ, ദൈവത്തോട് ഐക്യതയുടെ ഒരു മനോഭാവം നമുക്ക് വളർത്തിയെടുക്കുവാനായിട്ട് കഴിയണമെങ്കിൽ ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ ഓർക്കണം. ദൈവസന്നിധിയിൽ താഴ്മയോടെ നടക്കുക എന്നുള്ളതാണ്. ആരെല്ലാം ദൈവസന്നിധിയിൽ താഴ്മയുടെ ഭാവം സ്വീകരിക്കുന്നുവോ അവരുടെ ജീവിതങ്ങളാണ് ദൈവത്തോടുകൂടെ ചേരുവാൻ ആഗ്രഹിക്കുന്ന അനുഭവങ്ങൾ. ദൈവസന്നിധിയിൽ താഴ്മ ഉള്ളവർക്ക് മാത്രമേ ദൈവത്തോട് ഐക്യതയുടെ അനുഭവത്തിൽ നിലനിൽക്കുവാൻ കഴിയും. ദൈവസന്നിധിയിൽ തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഞാനാണ് എല്ലാം എന്ന ചിന്തയോടുകൂടെയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, ദൈവത്തോട് ഐകമത്യപ്പെടുവാനായിട്ട് നമുക്ക് കഴിയുന്നതല്ല. ദൈവത്തോട് താതാത്മ്യപ്പെടണമെങ്കിൽ മനുഷ്യൻ താഴ്മയുടെ ഭാവം ധരിക്കണം. ദൈവം നമ്മെ നടത്തിയ വിധങ്ങളെ കുറിച്ച് നാം ചിന്തിക്കണം. കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനോട് താതാത്മ്യപ്പെടുവാൻ താഴ്മയുടെ വേഷം ധരിച്ചതായി ഫിലിപ്പിയ ലേഖനം നമ്മെ പഠിപ്പിക്കുകയാണ്.
ദൈവത്തോടൊപ്പമുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസവേഷം കൊണ്ട് ഈ ഭൂമിയിൽ താണിറങ്ങിയ കർത്താവായ യേശു. ആ യേശു താഴ്മയുടെ ഒരു ഭാവമാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. ആ ദൈവത്തെ ആരാധിക്കുന്ന നാം താഴ്മയോടുകൂടെ ഈ കർത്താവായ ദൈവവുമായുള്ള ഒരു ഐക്യതയിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ഐക്യതയുടെ മനോഭാവം വളർത്തിയെടുക്കുവാനായിട്ട് കഴിയും. ഇന്ന് പലപ്പോഴും നാം ഐക്യതയ്ക്ക് തടസ്സം നിൽക്കുന്ന അനുഭവമാണോ നമ്മുടെ വ്യക്തി ജീവിതങ്ങൾ? നാം ദൈവത്തെ ആരാധിക്കുന്നതോടൊപ്പം താഴ്മയുടെ ഭാവം ധരിച്ച് സർവശക്തനായ ദൈവത്തോട് ഐക്യതയുടെ അനുഭവങ്ങളിലേക്ക് നാം കടന്നു വരേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ദൈവത്തിന്റെ ശക്തിയിൽ ഐക്യപ്പെടുക എന്നുള്ളതാണ്. ദൈവിക ശക്തിയാണ് ഈ ലോക ജീവിതയാത്രയിൽ നമ്മെ മുൻപോട്ട് നയിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് നമ്മുടെ ശക്തിയിൽ പ്രശംസിക്കുവാനായിട്ട് കഴിയുമോ? നമ്മുടെ ശക്തിയിൽ ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാനായിട്ട് കഴിയുമോ? മനുഷ്യന്റെ ശക്തികളൊക്കെ ക്ഷയിച്ചു പോകുന്ന കാലഘട്ടങ്ങൾ, രോഗങ്ങൾ, പ്രകൃതി ദുരന്തങ്ങളുടെ മുമ്പിലൊക്കെ മനുഷ്യൻ ഇന്ന് പകച്ചു നിൽക്കുകയാണ്. ഇവിടെ ദൈവത്തിന്റെ അത്യന്ത ശക്തിയിൽ അത് ധൈര്യപ്പെടുവാനുള്ള ഒരു ചിന്തയാണ് ദൈവ വചനം നമുക്ക് നൽകുന്നത്. 2 കൊരിന്ത്യർ 4:7 പറയുന്നു, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിന്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ ആകുന്നു ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ മനുഷ്യനെ മൺപാത്രങ്ങളോടാണ് ഉപമിച്ചിരിക്കുന്നത്. മൺപാത്രങ്ങൾ എന്ന് പറയുമ്പോൾ ഉടഞ്ഞു പോകുന്നത് അഥവാ തകർന്നു പോകുന്നത്. അതിനെ നശ്വരനായ മനുഷ്യൻ അനശ്വരനായ ദൈവത്തിൽ ഐക്യപ്പെടുമ്പോഴാണ് ആ ദൈവത്തിന്റെ അദമ്യമായ ശക്തി നമ്മിൽ വ്യാപരിക്കുകയും ഈ ലോക ജീവിതയാത്രയിൽ സധൈര്യത്തോടുകൂടെ നമ്മുടെ ജീവിതത്തെ നമുക്ക് അഭിമുഖീകരിക്കുവാനും കഴിയുന്നത് എന്നുള്ളതാണ്. ഇവിടെ ദൈവവുമായുള്ള ഒരു ഐക്യതയിലേക്ക് നാം കടന്നു വരുമ്പോൾ തന്നെ ദൈവത്തിന്റെ ശക്തിയിൽ നാം ആശ്രയിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദൈവവും മനുഷ്യനുമായി ഐക്യതയുടെ അനുഭവങ്ങളിലേക്ക് കടന്നു വരുന്ന വിവിധ തലങ്ങളെ കുറിച്ച് നമുക്കറിയാം. ഒന്നാമത്, നമ്മുടെ കുടുംബ പ്രാർത്ഥനകളിൽ നാം ദൈവവുമായുള്ള ഐക്യതയിലേക്ക് പ്രവേശിക്കുന്നു. രണ്ടാമത്, നമ്മുടെ ആരാധനകളിലൂടെ ദൈവവുമായുള്ള ഐക്യതയിലേക്ക് നാം പ്രവേശിക്കുന്നു. മൂന്നാമത്, വിശുദ്ധ തിരുവത്താഴ ശുശ്രൂഷയിലൂടെ വാസ്തവമായി കർത്താവായ യേശുവുമായുള്ള ഒരു ഐക്യതയിലേക്ക് നാം പ്രവേശിക്കുകയും മൺകൂടാരമായിരിക്കുന്ന നമ്മുടെ ഈ ഭൗതിക ശരീരങ്ങളിൽ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിന് ശക്തിദായകമായ ഒരു അനുഭവമായി മാറ്റപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനെ മറ്റൊരു തരത്തിൽ പറയാം, അത് വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന ദൈവവും മണ്ണിൽ നിന്ന് കയറി വന്ന മനുഷ്യനും സംഗമിക്കുന്ന സ്ഥലമാണ് കർത്തൃമേശ. അങ്ങനെ വിണ്ണിൽ നിന്ന് ഇറങ്ങി വന്ന അനശ്വരനായ ദൈവം, മണ്ണിൽ നിന്ന് കയറി വന്ന അതെ ക്ഷയിച്ചു പോകുന്ന മനുഷ്യൻ ആ ദൈവികമാകുന്ന ശക്തി പ്രാപിക്കുന്ന ഒരിടമാണ് കർത്തൃമേശ എന്ന് പറയുന്നത്. കർത്തൃമേശയിലൂടെ കർത്താവായ യേശുവിന്റെ ശരീരവും രക്തവും നാം വിശ്വാസത്താൽ പാനം ചെയ്യുമ്പോൾ ആ ക്രിസ്തുവിന്റെ ശക്തി നമ്മുടെ മൺപാത്രങ്ങളിലേക്ക് പ്രവേശിക്കുകയും അത് ശക്തിദായകമായ ഒരു ജീവിത അനുഭവത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്നു. ഇതിന് 2 കൊരിന്ത്യർ 4-ാം ദൈവത്തിന്റെ ഈ അത്യന്ത ശക്തിയിൽ ഐക്യപ്പെടുമ്പോഴുള്ള ചില പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണ്. ഒന്നാമത്, അതിന്റെ 8-ാം വാക്യം, കഷ്ടം സഹിക്കുന്നവരെങ്കിലും നാം ഇടുങ്ങിയിരിക്കുന്നില്ല. ഇന്ന് ഈ ലോക ജീവിതയാത്രയിൽ അനേക കഷ്ടതകൾ നാം അഭിമുഖീകരിക്കുന്നുണ്ട്. എങ്കിലും നമ്മുടെ ജീവിതങ്ങൾ
അത് ദൈവകരങ്ങളിൽ സുരക്ഷിതമാണ് എന്നുള്ളതാണ്. രണ്ടാമത്, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നാം നിരാശപ്പെട്ടു പോകുന്നില്ല. പലവിധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ നമ്മുടെ ജീവിതത്തെ ഇന്ന് സ്വാധീനിക്കുന്നുണ്ട്. എങ്കിലും നിരാശപ്പെട്ടു പോകാതെ ക്രിസ്തുവിലുള്ള പ്രത്യാശയോടുകൂടെ ജീവിതം നയിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കുന്നു. മൂന്നാമത്, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് ഉപദ്രവങ്ങൾ നമ്മുടെ ഭാരതത്തിന്റെ മതബഹുല പശ്ചാത്തലത്തിൽ പലവിധമായിരിക്കുന്ന ഉപദ്രവങ്ങളും പീഡനങ്ങളും അനുഭവിക്കുന്ന കാലഘട്ടം. അവിടെയും വീണു പോകാതിരിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ ഉപേക്ഷിക്കുന്നില്ല. ദൈവത്തിന്റെ വലങ്കരം പിടിച്ച് നമ്മെ വഴി നടത്തുന്നു എന്നുള്ളതാണ്. വീണ്ടും പറയുന്നത്, വീണ് കിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല എന്നുള്ളതാണ്. പലപ്പോഴും നമ്മെ വീഴ്ത്തുവാൻ ശ്രമിക്കുന്ന ഈ ലോകത്തിന്റെ ശക്തികൾ നാം ദൈവത്തിന്റെ അഗമ്യമായ ശക്തിയിൽ ആശ്രയിക്കുമ്പോൾ നാം നശിച്ചു പോകാതെ വീണ്ടും തല ഉയർത്തി ആ ക്രൈസ്തവ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുകയാണ്. ഇവിടെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്, ദൈവപുത്രനായ ക്രിസ്തുവും പിതാവായ ദൈവവും തമ്മിലുള്ള ആ ബന്ധവും, അതുപോലെ തന്നെ ദൈവവും ദൈവപുത്രനായ ക്രിസ്തുവുമായുള്ള മാനുഷിക ബന്ധവും മനുഷ്യനെ ഐക്യതയിലേക്ക് നയിക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ്. ദൈവവുമായുള്ള നിരന്തരമായ ബന്ധമാണ് ഈ ഐക്യതയ്ക്ക് ശക്തിദായകമായ ആത്മീയ ഊർജം നൽകുന്നത്. മൂന്നാമത്, നമുക്കിവിടെ വ്യത്യസ്ത സ്വഭാവക്കാരോടുള്ള ഐക്യതയെക്കുറിച്ച് വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ കർത്താവായ യേശു പറയുന്ന ഒരു വാക്യം ലൂക്കോസ് 10:3, പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ഇവിടെ രണ്ട് തരം സംസ്കാരങ്ങൾ തമ്മിലുള്ള ഐക്യതയാണ് യേശു സൂചിപ്പിക്കുന്നത്, ചെന്നായ്ക്കളും കുഞ്ഞാടുകളും. ചെന്നായ്ക്കളുടെ സംസ്കാരം എന്ന് പറയുന്നത് കൊല്ലുക, തിന്നുക, നശിപ്പിക്കുക എന്നുള്ളതാണ്. കുഞ്ഞാടുകളുടെ സംസ്കാരം പ്രതികരിക്കാതെ ഇരയായി തീരുന്ന ഒരു മനോഭാവമാണ്. അപ്പോൾ രണ്ട് സംസ്കാരങ്ങളെ കുറിച്ച് യേശു ഇവിടെ നമ്മെ പഠിപ്പിക്കുന്നു. ചെന്നായ്ക്കളുടെ സംസ്കാരമാണ് ഇന്ന് ലോകത്തിൽ ശക്തി പ്രാപിച്ചു വരുന്നത്. മറ്റുള്ളവരെ കൊല്ലുക, തിന്നുക, നശിപ്പിക്കുക എന്നുള്ള പ്രവണത. എന്നാൽ ക്രിസ്തീയ സംസ്കാരം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് കുഞ്ഞാടുകളെ പോലെ ജീവിക്കുക എന്നുള്ളതാണ്. കുഞ്ഞാടുകളെ പോലെ ജീവിക്കുക എന്ന് പറയുമ്പോൾ ഇവിടെ ചെന്നായ്ക്കൾ അതീശത്വം നടത്തുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. അപ്പോൾ സമൂഹം ഇന്ന് മനുഷ്യന് മുമ്പിൽ വരച്ച് കാണിക്കുന്നത് കൊല്ലുക, തിന്നുക അഥവാ നശിപ്പിക്കുക എന്നുള്ള ചിന്തയാണ്. ഈ ഒരു സംസ്കാരത്തിന്റെ മധ്യത്തിൽ യേശു പറയുന്നത്, പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിൽ കുഞ്ഞാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുകയാണ്. അപ്പോൾ കുഞ്ഞാടുകളുടെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ, പ്രതികരിക്കാതെ ഇരയായി തീരുന്ന ഒരു സംസ്കാരത്തെ കുറിച്ചാണ് യേശു ഇവിടെ പറയുന്നത്. എന്നാൽ യേശു പറയുന്ന നവദർശനം എന്ന് പറയുന്നത് കുഞ്ഞാടും ചെന്നായും ഐക്യതയുടെ അനുഭവത്തിലേക്ക് വളരേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പൊ ചെന്നായ്ക്കളുടെ മധ്യത്തിൽ നാം കുഞ്ഞാടുകളെ പോലെ ജീവിക്കുമ്പോൾ ഈ കുഞ്ഞാടുകളുടെ സംസ്കാരം ചെന്നായ്ക്കളെയും സ്വാധീനിക്കും എന്ന് ഇവിടെ വചനത്തിലൂടെ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇതൊരു സ്വർഗീയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുന്ന അനുഭവമാണ്. അപ്പോൾ നാം കുഞ്ഞാടുകളെ പോലെ ഇന്നത്തെ സമൂഹത്തിൽ ജീവിക്കുന്നുവെങ്കിൽ ചെന്നായ്ക്കളും തങ്ങളുടെ സംസ്കാരത്തിൽ നിന്നും കുഞ്ഞാടുകളെ പോലെ ഐക്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ഒരു അനുഭവം, ചെന്നായും കുഞ്ഞാടും തമ്മിൽ ഐക്യതയുടെ ഒരു അനുഭവത്തിൽ വളരുന്നതായി നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പലപ്പോഴും ചെന്നായ്ക്കൾ കുഞ്ഞാടുകളുടെ മേൽ അധീശത്വം നടത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ കുഞ്ഞാടുകളുടെ സംസ്കാരം ചെന്നായ്ക്കളെയും സ്വാധീനിക്കുമ്പോൾ ഒരു ഐക്യതയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന്
അത് കുഞ്ഞാടുകളെ പോലെ ചെന്നായ്ക്കളും മാറ്റപ്പെടുന്ന ഒരു താഴ്മയുടെ, ഐക്യതയുടെ മനോഭാവത്തിലേക്ക് നമുക്ക് വളരേണ്ടതായിട്ടുണ്ട്. ഇത് സാധ്യമാകണമെങ്കിൽ നാം ദൈവവുമായുള്ള ഒരു ഐക്യതയിൽ നിലനിൽക്കേണ്ടതായിട്ടുണ്ട്. ദൈവവുമായുള്ള ഐക്യതയാണ് മനുഷ്യ ഹൃദയങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നത്, ഐക്യതയിലേക്ക് നയിക്കുന്നത്. ഈ ഐക്യതയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ ദൈവം തന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ ഓരോരുത്തരെയും വഴി നടത്തുമാറാകട്ടെ. ആമേൻ.